ദേവാമൃതം ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ഇടവമാസം 15-ാം തീയതി, അതായത് 2017 മെയ് മാസം 29-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 18 നാഴിക പുണർന്നവും ബാക്കി പോയവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷപംക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. 40 വർഷത്തിലധികമായി ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന, ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിച്ച, സമാധാനപരമാക്കി തീർത്ത, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ദൂരീകരിച്ച നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി ആലുവയിൽ നിന്നും നന്ദകുമാർ എഴുതുന്നു. ഞാനൊരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. 15 വർഷമായി ഈ മേഖലയിലാണ്. ഇതുവരെ നല്ല രീതിയിൽ പോയിരുന്നു. ധാരാളം സമ്പാദ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. വർക്കും തീരെ കുറവാണ്. ധാരാളം കടബാധ്യതകളുമുണ്ട്. എന്താണ് ഇങ്ങനെ? സമയദോഷമാണോ? പരിഹാര നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗ്രഹനില ചേർക്കുന്നു, നക്ഷത്രം എന്നിവ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യ നക്ഷത്രമാണ് ചിത്തിരയുടെ ഒടുവിൽ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം അടങ്ങുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന രാശി സമൂഹമാണ് തുലാം. തുലാം എന്ന രാശിയുടെ രാശിക്കാരനാണ് ഇദ്ദേഹം. ചോദ്യ നക്ഷത്രമാണ്. ഈ ഗ്രഹനില പ്രകാരം ഇദ്ദേഹത്തിന് മഹാലക്ഷ്മി യോഗം ഉള്ള ജാതകമാണ്. ഭാഗ്യരാശിയുടെ അധിപൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയും അവ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്താൽ അതിനെ മഹാലക്ഷ്മി യോഗം എന്ന് പറയും. മഹാലക്ഷ്മി യോഗം പേര് കേൾക്കുമ്പം അറിയാം, ധാരാളം സമ്പത്തുകളുടെ, വിവിധ ഭാഗങ്ങളിൽ ഉള്ള വസ്തുക്കളുടെ ഉടമയായി തീരുവാനും വിവിധ പ്രസ്ഥാനങ്ങൾ നയിക്കുവാനുള്ള യോഗങ്ങളും, ആയിരക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ഈ മഹാലക്ഷ്മി യോഗമുള്ളവരെ ചുറ്റിപ്പറ്റി ജീവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അനവധി തലമുറകൾക്ക് സമ്പാദ്യം ഉണ്ടാവത്തക്ക നിലയിൽ പണം വന്നു ചേരുകയും വിവിധങ്ങളായ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കത്തക്ക ആവശ്യമുള്ള വസ്തുവകകളുടെ നിർമ്മാണം, മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് സംബന്ധമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള നിത്യോപയോഗ സാധനങ്ങളുടെ, ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണങ്ങളും വ്യാപകമായ കച്ചവടങ്ങളും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയി വ്യാപരിക്കത്തക്ക നിലയിൽ ഉള്ള ഒരു യോഗം നല്ല രശ്മിബലത്തോടുകൂടി ഭാഗ്യരാശി നിൽക്കുന്ന അതിൻ്റെ അധിപൻ ഉച്ചബലത്തിൽ ലഗ്നകേന്ദ്രത്തിൽ, അതായത് ലഗ്നത്തിൻ്റെ 4, 7, 10 എന്നീ രാശികളിൽ സ്വക്ഷേത്രം പ്രാപിച്ച് പൂർണ്ണ ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ പൂർണ്ണമായ മഹാലക്ഷ്മി യോഗം ഉണ്ട്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ വലിയ വലിയ ടെക്സ്റ്റൈൽ കച്ചവടക്കാർക്ക്, വലിയ കൺസ്ട്രക്ഷൻകാർക്ക്, വലിയ സ്വർണ്ണക്കടക്കാർക്ക്, അബ്കാരികൾക്ക്, അതുപോലെ മെഡിക്കൽ സംബന്ധമായി നിർമ്മാണം കച്ചവടം ഉള്ളവർക്ക് എന്ന് വേണ്ട ഏത് ഫീൽഡിലും വ്യാപകമായ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് ഈ പലരിലും ഈ ലക്ഷ്മി യോഗം ഉണ്ട്. മനുഷ്യത്വപരമായ സമീപനത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയായി, ഒരു മുതലാളിയായി ഒക്കെ തീരാനുള്ള യോഗം ഉണ്ട്. എന്നാൽ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് 7.5 ശനിയായിരുന്നു. 7.5 വർഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം അത്ര പവർഫുള്ളല്ല. അതുകൊണ്ട് ആ 7.5 ശനി വന്നപ്പോൾ ഈ മഹാലക്ഷ്മി യോഗമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അതായത് ഒരു കാട്ടിൽ സിംഹം പല്ലെല്ലാം കൊഴിഞ്ഞ് ജരാനരകൾ ബാധിച്ച് ഗർജിക്കാനും അലറാനും ചാടാനും ഓടാനും ഒന്നും വയ്യാത്ത ഒരു ദീനനായി കിടക്കുകയാണെങ്കിൽ ആ സിംഹത്തിന് എന്ത് യോഗമുണ്ട് എന്ന് പറയുന്ന പോലെ 7.5 ശനി പിടിച്ചു. 7.5 കൊല്ലം അത് തീർന്നിരിക്കുന്നു 2017 ജനുവരി 26 ആയപ്പോഴത്തേന്. ശേഷം മഴ കഴിഞ്ഞ് മരം പെയ്യുന്നെന്ന് പറഞ്ഞ പോലെയുള്ള അല്പസ്വല്പം ദുരിതങ്ങളേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ആ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഫലം അങ്ങ് തുടങ്ങുകയാണ്. 3-ൽ ശനി. തുലാം രാശിക്കാരായ ചിത്തിരജ്യോതി വിശാഖ നക്ഷത്രക്കാർക്ക് തുലാം വൃശ്ചികം ധനു രാശിയിലേക്ക് ശനി പ്രവേശിച്ചു. ഇനി ഉടനെ തന്നെ അതൊരു റിവേഴ്സലുണ്ട്.
അത് കഴിഞ്ഞ് വീണ്ടും ഒക്ടോബർ മാസം മുതൽ അത് 3-ാം ഭാവത്തിൽ തന്നെയാവും. മുടി ചൂടി മടിയാതെ വാഴും. വേറെ പല രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ ഐശ്വര്യപ്രദമായ ഒരു ജീവിതം അടുത്ത 10-30 കൊല്ലത്തേക്കിനുണ്ടാവും. അനവധി ആളുകൾ ഇദ്ദേഹത്തെ ആശ്രയിച്ച് സമ്പൂജ്യമായി ജീവിക്കുമെന്ന് കാണും. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.